ചെയ്യണം. ആ സമയത്ത് CD ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഞാൻ ചെയ്തത് AVM സ്റ്റുഡിയോസിന് വേണ്ടിയിട്ട് AVM ശരവണൻ സാർ തന്നെ റിലീസ് ചെയ്തു. ആ പാട്ടുകൾ മുഴുവൻ ഉളുന്തൂർപേട്ട ഷൺമുഖം, ശീർകാഴി ഗോവിന്ദരാജൻ, സൗന്ദരരാജൻ ഇവർക്ക് വേണ്ടി എഴുതുന്ന ഏറ്റവും പ്രസിദ്ധമായ ഉളുന്തൂർപേട്ട ഷൺമുഖം അവരെ കൊണ്ട് പാട്ടെല്ലാം എഴുതിപ്പിച്ചു. അയ്യപ്പൻ്റെ സോങ്സ് ആയിരുന്നു. അയ്യപ്പ ആരാധന എന്ന് പറഞ്ഞ ഫസ്റ്റായിരുന്നു ചെയ്തത്. 1990 എൻ്റെ ഫസ്റ്റ് വിസിറ്റ് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ എന്നെ ആ കാസറ്റ് ഫസ്റ്റിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് റിലീസ് ചെയ്തു, ലോഞ്ച് ചെയ്തു ശബരിമലയിലെ സന്നിധാനത്തിൽ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒഫീഷ്യലായിട്ട് AVM സ്റ്റുഡിയോയിൽ ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ്റെ ആശീർവാദം കൊണ്ട് മാത്രമാണ് ഇന്നേ വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു പ്രോഗ്രാമിൽ പോകുമ്പോഴും അയാളെ മനസ്സിൽ വിചാരിച്ച ഗുരുനാഥ നിങ്ങൾ തന്നെ എൻ്റെ സൗണ്ടിൽ വന്ന് ഇരുന്ന് നിങ്ങൾ പാടണം. പക്ഷേ അദ്ദേഹം ഇതുവരെ എന്നെ സഹായിച്ചിട്ടുണ്ട്, ആശീർവദിച്ചിട്ടുണ്ട്. അയാൾ മുക്തി അടയുന്നതിന് ഒരു മാസം മുമ്പിൽ എൻ്റെ ലാസ്റ്റ് ആൽബം മുരുകൻ്റെ 14 പാട്ടുകളും എന്നെക്കൊണ്ട് മുരുകൻ എഴുതിപ്പിച്ചു. ഇതുപോലെ ഒരു ഭക്തിഗാനം രചിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് കവിஞർ വാലിയായിരുന്നു അന്നത്തെ ചീഫ് ഗസ്റ്റ്. അയാൾ അപ്രിഷ്യേറ്റ് ചെയ്തു. അന്ന് സുന്ദർ സാറുണ്ടായിരുന്നു സ്റ്റേജിൽ. സോ അത് എല്ലാം കേട്ടതിന് ശേഷമാണ് പുള്ളി പറഞ്ഞത് ശിവൻ്റെ പേരിൽ ഒന്ന് ചെയ്യണം, വിഷ്ണുവിൻ്റെ പേരിൽ ഒന്ന് ചെയ്യണം, കൃഷ്ണൻ്റെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, ആ പാട്ട് നീ പാടണം, അതുപോലെ പാടണം എന്ന് പറഞ്ഞ് പുല്ലാങ്കുഴൽ കൊടുത്ത മൂങ്കിൽകളെ എന്നും പറഞ്ഞൊരു പാട്ട് എന്നെക്കൊണ്ട് അയാൾ അന്ന് ഇരുത്തി അയാളുടെ കൂടെ അവസാന നിമിഷങ്ങളിൽ എന്നെക്കൊണ്ട് പാടിപ്പിച്ചു. എനിക്കത് ഇന്ന് വിചാരിക്കുമ്പോഴും എൻ്റെ ഗുരുനാഥനെ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കണ്ണിൽ കൂടി കണ്ണീർ അടക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം ഐ എം സോ ടച്ച്ഡ് ബൈ ഹിസ് ബ്ലെസ്സിങ്സ്. എല്ലാവരോടും ഓപ്പണായിട്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. ഈയാണ് എൻ്റെ പ്രഥമ ശിഷ്യൻ. പക്ഷേ അദ്ദേഹം എന്നെ വിട്ട് പിരിഞ്ഞു പോയതിൽ എനിക്ക് വളരെ മനസ്സമാധാനത്തിന് ഐ കാൺ സ്പീക്ക് മച്ച്. ഇന്ന് ഈ ആൽബം ലോഞ്ചിന് ഇവിടെ വന്ന് അത്രയും തിരക്കുള്ള മീറ്റിങ്സ് എല്ലാം കുറച്ച് 10:30 മണിക്ക് സാറിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതും കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് എനിക്ക് വേണ്ടി ഇവിടെ വന്നിരുന്ന ചന്ദ്രമോഹൻ സാറിന് അത്രയും നന്ദി. രാജു സാർ എന്നെ 26-ാം തീയതി മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവറി ആൾട്ടർനേറ്റ് ഡേ ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്തെല്ലാം എന്നെ കണ്ട് ഉള്ളിൽ കൊണ്ടുപോയി തൊഴിയിച്ച്, അതേപോലെ തന്നെ ഇന്നും തന്നെ ആൽബം ഭഗവാന്റെ സന്നിധിയിൽ സോപാനത്തിൽ അവിടെ വെച്ച് മേൽശാന്തിയുടെ ആശീർവാദം വാങ്ങിച്ച് രാവിലെ തന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇതൊരു വെറും ഫോർമാലിറ്റിയാണോ? പക്ഷേ ചന്ദ്രമോഹൻ സാറുടെ ആശീർവാദം വാങ്ങിക്കണം. അതുപോലെ ഞങ്ങളുടെ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ പാട്ടും ഈ വീഡിയോവും കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ചടങ്ങ് അങ്ങനെ ഫിക്സ് ചെയ്തിരുന്നത്. സുന്ദർ സി ബാബു എൻ്റെ ഈ ആൽബം ഫസ്റ്റ് റെക്കോർഡിംഗ് മുതൽ അവസാനം വരെ മാസ്റ്ററിങ് ചെയ്യുന്നവരെ പുള്ളിയായിരുന്നു ഫുൾ റെസ്പോൺസിബിലിറ്റി. കൂടെ ഇരുന്ന് എല്ലാം താൻ തന്നെ മാസ്റ്ററിങ് എല്ലാം ചെയ്യിപ്പിച്ച് എല്ലാം ഫൈനൽ ചെയ്ത് സൗണ്ട് കണ്ട് അവസാനം അതിനുശേഷമാണ് പുള്ളി മലേഷ്യയിൽ പുള്ളിയുടെ റെക്കോർഡിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. 60 പടങ്ങൾക്ക് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഇത്രയും 5 ഭാഷയിലും മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരേ ഒരു യംഗസ്റ്റ് മ്യൂസിക് ഡയറക്ടർ പുള്ളി മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കുറുകിയ ഒരു 8 കൊല്ലത്തിനുള്ളിൽ ഇത്രയും 50 സിനിമയ്ക്കുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 പടത്തിന് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലൊന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്, തെലുങ്കിലും ഓരോന്ന് ചെയ്യുന്നുണ്ട്. സോ പുള്ളിയുടെ സിനിമയിൽ അടുത്തത് എനിക്ക് ഫസ്റ്റിലൊരു ചാൻസ് തന്നു. അകംപുറം എന്ന സിനിമയിൽ ഞാനൊരു പുള്ളിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്. 1 മണി 2 മണി എന്ന് പറയുന്ന ഒരു പാട്ട്. പിന്നെ അടുത്ത ഒരു നല്ല ഗാനം, അതായത് ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ഗാനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാതെ ഈ കാലത്തിൽ ഈ കുത്തു പോലെ ഡാൻസ് പോലെയുള്ള പാട്ട് വേണ്ടാന്ന്. അത് തീർച്ചയായിട്ടും അടുത്ത പടം ചെയ്യുന്ന സമയത്ത് തരും. ഇന്ന് ഇവിടെ വന്നിരുന്ന് എനിക്ക് ആശീർവദിച്ച എല്ലാവർക്കും എൻ്റെ വളരെ ഹാർട്ട്ഫുൾ താങ്ക്സ്. അതുപോലെ ഡൽഹിയിൽ നിന്ന് ഫസ്റ്റ് എൻ്റെ ആൽബത്തിന് വേണ്ടിയിട്ട് പാടാനായിട്ട് വന്ന് പാടി വളരെ നന്നായി പാടിയ ദീപ മുരളി, അവർക്ക് എൻ്റെ സിൻസിയറസ്റ്റ് താങ്ക്സ്. വളരെ നന്നായി പാടി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ അധികം എനിക്ക് ശ്രമം ഉണ്ടായിരുന്നില്ല അവരെ പാടിക്കുന്ന സമയത്ത്. അതേപോലെ എൻ്റെ നീസ് കവിത വളരെ നന്നായിട്ട് പാടുമെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ കഴിഞ്ഞ ആൽബത്തിലും വളരെ നന്നായി പാടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ നീസ് ജയശ്രീ
വളരെ നന്നായി പാടി. ആ കുട്ടി ഒരു 6 കൊല്ലം പാട്ട് പഠിച്ചതാണ്. അവർക്കിന്ന് വരാൻ പറ്റിയിരുന്നില്ല, ഒരു എക്സാം ആയതുകൊണ്ട്. അതുപോലെ 2 ലിറിസിസ്റ്റിനെ പുതുതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. ഫേസ്ബുക്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, പുള്ളി നിറയെ ഗോപാലകൃഷ്ണ ഭജന പദ്ധതിയിൽ അതൊക്കെ ഭജനകളെല്ലാം നല്ലവണ്ണം ചെയ്ത് കർണാട്ടിക് ഗാനങ്ങളെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കൽക്കട്ടയിൽ വളരെ ഒരു ഓർഗനൈസേഷനിൽ ഒരു നല്ലൊരു മെമ്പറാണ്. സോ പുള്ളി എനിക്ക് പാട്ട് എഴുതി തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാട്ട് വാങ്ങി ഞാനതിന് കുറച്ച് ട്യൂൺ കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ചെയ്ത് തമിഴിൽ സെറ്റ് ചെയ്തിട്ട് ഒരു സോങ് ചെയ്തു. വാവാ കണ്ണ വാഴ്വിൻ ആധാരം നീ രീതികൊളയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. പുള്ളിക്കും എൻ്റെ ഹാർട്ട്ഫുൾ ഓഫ് താങ്ക്സ്. അതേപോലെ പൂർണിമ രവിശങ്കർ ബോംബെയിൽ നിന്നാണ്. ഞങ്ങളും ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ്. അവർക്കും പുതുക്കോട്ടിൽ നിന്നാണ്. നല്ല കൃഷ്ണൻ്റെ നല്ല ഭക്തിയാണ്. നമ്മുടെ കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ച അതേ കോളേജിലാണ്. വളരെ നന്നായിട്ട് പാട്ട് എഴുതി. ഫസ്റ്റിൽ എഴുതുമ്പോൾ എനിക്ക് മലയാളത്തിലായിരുന്നു കൂടുതൽ എഴുതുന്നത്. പക്ഷേ എൻ്റെ എല്ലാം തമിഴ് ആൽബം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് തമിഴിൽ ആയിരിക്കണം ഈ വേർഡ്സ് എല്ലാം. അപ്പോൾ സാർ എന്ത് ചേഞ്ച് ചെയ്യണമെങ്കിലും ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ മലയാളത്തിൽ എനിക്ക് മനസ്സിൽ തോന്നിയത് അങ്ങനെ എഴുതാം എന്ന് പറഞ്ഞ് അത് കുറച്ചെല്ലാം ഞാൻ തമിഴിൽ മാറ്റി ചിലതെല്ലാം മിക്സ്. പക്ഷേ എനിക്ക് അധികം കൂടുതൽ ചെയ്യേണ്ടി വന്നില്ല. വളരെ നന്നായി വന്നു. ഹംസധ്വനി രാഗത്തിൽ അത് ഞാൻ കമ്പോസ് ചെയ്തു. വളരെ നന്നായി ചെയ്തു. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇതിന് മേൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ശക്തിവേൽ, അദ്ദേഹത്തിനും എൻ്റെ സിൻസിയറസ്റ്റ് താങ്ക്സ്. ഇത് കൂടാതെ എൻ്റെ ആൽബം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഏറ്റിരിക്കുന്ന ശിങ്കാരവേലൻ, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, അദ്ദേഹത്തിന് എൻ്റെ സിൻസിയറസ്റ്റ് താങ്ക്സ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി എനിക്ക് നടന്ന ഒരു സംഭവമാണ്. അത് സാറിന് അറിയോ ഇല്ലയോ എന്നറിയില്ല. ഈ കാര്യം ഞാൻ ഗുരുവായൂരിൽ വെച്ച് ചെയ്യണം, ഈ കൃഷ്ണർ ചെയ്യണം എന്നുള്ളത് ഒരു ജസ്റ്റ് 1 മിനിറ്റിൽ ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ബോംബെയിൽ രാവിലെ പൂജ കഴിഞ്ഞ് കൃഷ്ണൻ്റെ ചെറുതായിട്ടുള്ള ഒരു ബാലവിഗ്രഹം എൻ്റെ മുന്നിൽ വന്ന് ചിരിച്ച് 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെറുതായിട്ടൊരു ചിരിച്ചങ്ങനെ പോയി. ഇത് എന്തിനാ ചിരിച്ച് പോയിരിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഉടനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ശരി, ഒരു പക്ഷേ ആൽബം ചെയ്യിക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് എൻ്റെ മ്യൂസിക് ഡയറക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അന്ന് ഒരു മുതിർന്ന സ്വാമി, എനിക്കറിയില്ല അദ്ദേഹത്തിനെ, ഞാൻ മുമ്പിൽ കണ്ടിട്ടുമില്ല, എൻ്റെ കൊളീഗ് ഒരാളെ കാണാൻ വേണ്ടി എൻ്റെ കോൺഫറൻസ് റൂമിൽ വന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തുമായിട്ട് ഞാൻ പോയി റൂമിൽ പോയപ്പോൾ ഞാനും അയാളുമായിട്ട് പരിചയമായി. ഉടനെ ബാഗ് തുറന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ശൃംഗേരി ശാരദാപീഠം, ശ്രീചക്രം, വിഭൂതി, കുങ്കുമം, പുഷ്പം ഇതെല്ലാം കൂടി എൻ്റെ കയ്യിൽ തന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നടക്കും. എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. സോ ദേവിയുടെ ആശീർവാദം എനിക്ക് ആദ്യം കിട്ടി. എൻ്റെ മകൻ്റെ പേരിൽ നിങ്ങൾ ആൽബം ചെയ്യണം. സോ ഇത് തന്നെ ഞാൻ മനസ്സിൽ വെച്ച് ഈ ഏപ്രിൽ മാസം അന്ന് വന്നിരുന്നു രാജു സാറിനെ ഞാൻ കണ്ടു. ഞാനും എൻ്റെ മിസ്സസും കൂടി വന്ന് ദർശനത്തിന് വന്നു. രാവിലെ വന്ന ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉള്ളിൽ വന്നപ്പോൾ ഏതും പറഞ്ഞില്ല. ഗുരുവായൂരപ്പൻ അപ്പോഴും എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് വെറും ഒരു ചിരിയാണ്, വേറൊന്നുമില്ല. ജസ്റ്റ് ഭഗവാനെ കണ്ടപ്പോൾ വെറുതായിട്ട് കറുത്ത ഒരു വിഗ്രഹം, ഒരു ചിരിച്ചിരിക്കുക. സെക്കൻഡ് ടൈം രാജു സാർ പറഞ്ഞു അങ്ങോട്ട് വന്ന് നിന്ന് സൈഡിൽ വന്ന് നിന്ന് ദർശനം കഴിക്കുമെന്ന്. അവിടെ വന്ന് നിന്നപ്പോഴും അപ്പോഴും ഒരു ചിരിയാണ്. 12 മിനിറ്റ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് വന്ന് അപ്പോഴും വെറും ഒരു ചിരിയായിരുന്നു. അപ്പോഴാണ് ബാലുവിൻ്റെ വീട്ടിൽ, അതിനുശേഷം ഞങ്ങൾ ബാലുവും ഞാനും വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്, ഒരു 2 ഡിക്കേഡായിട്ട്. വീട്ടിൽ വന്നിരുന്ന് എൻ്റെ മാതിരി ഒരു ആൽബം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ എന്താ ചെയ്യുക, സാർ ഇവിടെ തന്നെ ലോഞ്ച് ചെയ്യണം, 1-ാം തീയതി ജനുവരി 1-ാം തീയതി വൈകുണ്ഠ ഏകാദശി ഇവിടെ ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അത് മനസ്സോടെയാണ് ഏറ്റത്. കാരണം എനിക്ക് ഗുരുവായൂരപ്പൻ അല്ലാതെ വേറെ ആരും അറിയില്ല. ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ജനങ്ങൾ വരും, എന്ത് വരും, ഇപ്പം ഞാൻ കാണുന്നുണ്ട് ഒരു 75 പേരേ ഉള്ളൂ. ഇതേ ഞാൻ ചെന്നൈയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റോറിയം ഫുള്ളായിരിക്കും. ബിക്കോസ് എനിക്ക് അത്ര പേരെ അറിയാം. അത്ര ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്ന് അഭിനയിക്കുന്ന എല്ലാ അഭിനേതാക്കളെയും എല്ലാ മ്യൂസിക് ഡയറക്ടറെയും അറിയാം, സുന്ദറിനറിയാം. അത് സ്റ്റേജിൽ ഒരു 25 ഫിലിം ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരെയും ഇരുത്താൻ പറ്റുമായിരുന്നു. പക്ഷേ വളരെ നിർബന്ധിച്ച് ബാലു ഇവിടെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല, ഇപ്പം തന്നെ നിങ്ങൾ പറയണം. അന്ന് ബ്രാഹ്മണ സഭയിൽ സുബ്രഹ്മണ്യം സ്വാമി ഉണ്ടായിരുന്നു കൂടെ. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനൊരു 2 മിനിറ്റ് സമയം എടുത്തതിന് ശേഷം ശരി ഗുരുവായൂരിൽ തന്നെ ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ ആ നിമിഷം
പുറത്ത് അസൽ മഴയായിരുന്നു. ആ നേരത്ത് 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ മഴ. ഗുരുവായൂരിൽ അതുവരെ മഴയൊന്നുമില്ല. ഒരു 15 മിനിറ്റ് മഴയായിരുന്നു. ഞങ്ങൾ മമ്മിയൂർ ദർശനം കഴിച്ച് അങ്ങോട്ട് പോകുമ്പോൾ മഴയില്ല. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ ഗുരുവായൂരപ്പൻ്റെ ലീല. ഇതായിരുന്നു അയാൾ ഇച്ഛിച്ചിരുന്നത്. എന്നോട് പറഞ്ഞില്ല, വെറുതെ ചിരിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛ. അതുകൊണ്ടാണ് ഇവിടെ ഗുരുവായൂരിൽ തന്നെ ലോഞ്ച് ചെയ്യണം എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. അതിന് ശേഷവും ഞാൻ ഇതുവരെ എൻ്റെ ആൽബം കഴിഞ്ഞ് ഈ ലോഞ്ച് ചെയ്യുന്നവരെ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ തന്നെ ഇരുന്നു. ഇന്നലെയും ഞാൻ ദർശനം ചെയ്യുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ വെറുതെ ഒരു ചിരി ചിരിച്ചതാണ്. ജസ്റ്റ് ഒരു സ്മൈലിങ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിലൊരു ഭ്രമയായിരിക്കാം. പക്ഷേ ഇതുവരെ ഇല്ലാത്തത് ഇന്നുണ്ടായിരുന്നില്ല. ഇന്നലെ മാത്രം ഉണ്ടായിരുന്നു വൈകുന്നേരം. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് എനിക്കറിയില്ല. സോ ഒരു സമയം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആശീർവാദത്തോടെ ചെയ്ത ആൽബമാണിത്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതുവരെ ഈ 10 ആൽബം ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ വളരെ നന്നായിട്ട് ഇതിൽ സൗണ്ട് ഇഫക്റ്റും അതും ഇതെല്ലാം സുന്ദറുടെ സ്റ്റുഡിയോയിൽ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സൂപ്പർവിഷനിൽ ചെയ്തുകൊണ്ടാണ് നന്നായിരുന്നത്. പിന്നെ എൻ്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ, ദീപ ആൾറെഡി എക്സ്പീരിയൻസിലാണ്. ഒരു പാട്ട് വളരെ നന്നായി പാടി കഴിഞ്ഞ ആൽബത്തിൽ. ഇപ്രാവശ്യം എൻ്റെ കൂടെ തന്നെ ഒരു ഡുവറ്റ് സോങ്ങും പാടണം എന്ന് പറഞ്ഞ് പാടിച്ചു. ഇതല്ലാതെ വേറൊരു പ്രോഗ്രാമിലും എൻ്റെ കൂടെ സ്റ്റേജിൽ സിനിമ സോങ്സും എൻ്റെ കൂടെ ആലപിച്ചിട്ടുണ്ട്. സോ ഇവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്ന ആനന്ദ്, അറേഞ്ച് ചെയ്തിരിക്കുന്ന ആനന്ദ് പീറ്റർ പ്രകാശം, ഇവരാണ് എൻ്റെ എല്ലാ ആൽബത്തിനും ചെയ്യുന്നത്. ഇപ്രാവശ്യം അവർ തന്നെ ചെയ്തു. പക്ഷേ ഞാൻ തന്നെയാണ് കമ്പോസ് ചെയ്ത് ട്യൂണിങ് എല്ലാം ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. എല്ലാം ദേ ഹാവ് ഡൺ വെരി വെൽ. ഇതിന് പുറമെ ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ ഈ ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും ആശീർവാദിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അനന്തകോടി നമസ്കാരം. എല്ലാ വന്നിരിക്കുന്ന പത്രപ്രവർത്തകർക്കും TV ചാനൽസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും മറ്റെല്ലാവർക്കും ഇവിടുത്തെ ഗുരുവായൂരിലെ ജനങ്ങൾക്കും ഗുരുവായൂരപ്പനും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.